നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ചില കേൾക്കാൻ സുഖമുള്ള കള്ളങ്ങളെക്കുറിച്ചും അർത്ഥസത്യങ്ങളെക്കുറിച്ചുമാണ്. പലപ്പോഴും നമ്മൾ ആശയം ചിലപ്പോൾ ശരിയായിരിക്കാം. പക്ഷേ അത് മറ്റൊരാളിലേക്ക് പകർന്നു നൽകുന്നതിന് വേണ്ടി പറയുന്ന ചില കാര്യങ്ങൾ വളരെ സുന്ദരമായ എന്നാൽ നടക്കാത്ത അല്ലെങ്കിൽ യാഥാർത്ഥ്യമല്ലാത്ത കള്ളങ്ങളാണ്. ഇവ ഒരു സ്റ്റേജിൽ ചിലപ്പോൾ ആവശ്യമായിരിക്കാം. ചിലപ്പോൾ ചെറിയ കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഒട്ടും കപടത അല്ലെങ്കിൽ റിയലിസമോ എന്തോ ഇല്ലാത്തൊരു പ്രായത്തിൽ അബ്സല്യൂട്ട് ആയിട്ടുള്ള ചില ആശയങ്ങൾ കുട്ടികളിലേക്ക് ഇൻകൾക്കേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ചിലപ്പോൾ ഇത്തരത്തിലുള്ള ചില അർത്ഥസത്യങ്ങളും അസത്യങ്ങളും പറയേണ്ടി വരും. പക്ഷേ മുതിർന്നവരോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ കുട്ടികൾ തന്നെ കുറച്ചുകൂടി വലുതായി ലോകത്തിൻ്റെ യാഥാർത്ഥ്യം കണ്ടറിയാൻ തുടങ്ങുമ്പോൾ തക്കതായ പ്രായത്തിൽ നമുക്ക് ഇവയെല്ലാം ഒരു പരിധി വരെയെങ്കിലും കള്ളങ്ങളാണെന്നും അല്ലെങ്കിൽ അർത്ഥസത്യങ്ങളാണെന്നും യഥാർത്ഥ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ജീവിതത്തിൽ അവയെ കുറച്ചുകൂടി മോഡിഫൈ ചെയ്ത് അല്ലെങ്കിൽ കുറച്ചുകൂടി ഡിഫറൻ്റായ രീതിയിൽ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് വിജയകരവും എന്നാൽ നൈതികമായിട്ട് നല്ലതുമായ ഒരു ജീവിതം നയിക്കാൻ കഴിയൂ എന്നുള്ളത് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇത് ഇങ്ങനെ പറയുമ്പോൾ എത്രത്തോളം മനസ്സിലാകുന്നു എന്നറിയില്ല. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതിലൊരു 5-6 ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായിട്ട് മാർക്കുകൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ഡിഗ്രികൾ, മാർക്കുകളെല്ലാം എടുത്താം. അവയിലൊന്നും ഒരു കാര്യവുമില്ല, മാർക്കിലൊന്നുമല്ല കാര്യം എന്ന് നമ്മൾ പലപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്. മാർക്കല്ല പരമപ്രധാനം എന്നുള്ളത് ഒരു പരിധിവരെ അംഗീകരിക്കാവുന്നതാണ്. ഒരാളുടെ കഴിവിനെയോ അയാൾക്ക് സമൂഹത്തിനോ സ്വയമോ ചെയ്യാവുന്ന സേവനത്തെയോ അളക്കുന്ന ഒരു അന്തിമ വിധിയായി നമ്മൾ മാർക്കിനെ കാണരുത്. മാർക്ക് കൂടുതലുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഡിഗ്രികൾ കൂടുതലുള്ളത് കൊണ്ട് മാത്രം ഒരാൾ മികച്ചവനാണ് എന്ന് പറയുന്നതിനും അർത്ഥമില്ല. പക്ഷേ ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് മാർക്സിന് പ്രാധാന്യമില്ല എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ മാർക്കുകൾ ഡിഗ്രികൾ നേടുന്നത് കൊണ്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു റിവേഴ്സ് ഇഫക്റ്റ് ഉണ്ടാക്കിയേക്കാം. റിയൽ ലൈഫിൽ പ്രത്യേകിച്ച് ജോലി സാധ്യതകൾ വളരെ അത്യാവശ്യമായി വരുന്ന, അൺഎംപ്ലോയ്മെൻറ്റ് എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മുടെ മാർക്സിന് തീർച്ചയായിട്ടും പ്രാധാന്യമുണ്ട്. അവ മാത്രമല്ല സ്പെസിഫിക് സ്കിൽസിനും വേറെ കുറേ കാര്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ളൊരു സാമൂഹിക അവസ്ഥയിൽ നമ്മൾ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ മാർക്കുകളിൽ കഥയൊന്നുമില്ല, കാര്യമൊന്നുമില്ല എന്ന മറ്റുള്ളൊരു സന്ദേശം കുട്ടികളിലേക്ക് കൊടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. മത്സരങ്ങളല്ല പരമപ്രധാനം, അവ ജീവിതത്തിൻ്റെ അവസാനമാക്കല എന്നത് മനസ്സിലാക്കാം. പക്ഷേ വിത്തിൻ ലിമിറ്റ്സ് മാർക്സ് ഡു മാറ്റർ, അല്ലേ? വിത്തിൻ ലിമിറ്റ്സ് അത് എടുത്തു പറയുന്നു. അതില്ലാതെ നമ്മൾ കേൾക്കാൻ സുഖമുള്ള മാർക്കിലൊന്നും കഥയില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ അവരത് ചിലപ്പോൾ അത് വിശ്വസിച്ചേക്കാം. അവർ ചിലപ്പോൾ അതിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുറേ കാലങ്ങൾക്ക് ശേഷം അവർ തന്നെ നമ്മളോട് തിരിച്ച് ചോദിച്ചേക്കാം ഒരു പക്ഷേ, എന്തിനാണ് അന്ന് എന്നോട് ഈ കള്ളം പറഞ്ഞത്? ഇന്നിപ്പോൾ മാർക്കുകളില്ലാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസം കുറഞ്ഞതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഡിഗ്രികൾ കുറഞ്ഞതിൻ്റെ പേരിൽ എനിക്ക് ജോലി കിട്ടുന്നില്ല, എൻ്റെ അവസരങ്ങൾ കുറയുന്നു. അന്ന് എന്നോട് സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടി ശ്രദ്ധിച്ചേനെ എന്ന് അവർ ചോദിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഇനി അവർ ചോദിച്ചില്ലെങ്കിൽ തന്നെയും അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവേണ്ട അവസ്ഥ ഉണ്ടാവരുത്. സോ വി ഹാവ് ടു ബി റിയലിസ്റ്റിക്. നമുക്ക് ചില സമയത്ത് ഐഡിയൽ പ്രിൻസിപ്പിൾസ് പറഞ്ഞു കൊടുക്കേണ്ടി വരും. പക്ഷേ അറ്റ് ടൈംസ് വി ഹാവ് ടു ഗ്രാജുവലി ബ്രിങ് ദം ഇൻ ടു ദ റിയൽ വേൾഡ് വെയർ മാർക്സ് ഡു മാറ്റർ. മാർക്സ് ആർ നോട്ട് അൾട്ടിമേറ്റ് ബട്ട് ദേ ഡു മാറ്റർ, അല്ലേ? ഇനി രണ്ടാമത് പൈസയെക്കുറിച്ച്. പൈസയിലൊന്നും ഒരു കാര്യമില്ല. പൈസ ഉണ്ടായാലും ഇല്ലെങ്കിൽ ഒരുപോലെയാണ്. മനുഷ്യത്വം ഇരിക്കുന്ന പൈസയിലാണോ എന്നുള്ളതൊക്കെ പറയുന്നത് ശരിയാണ് ഒരു പരിധി വരെ. പക്ഷേ അതിൻ്റെ അർത്ഥം പൈസ വേണ്ട എന്നല്ലല്ലോ. ഞാൻ അടുത്തൊരു സ്ഥലത്ത് വായിച്ചു, ഇഫ് മണി ഡസൻറ്റ് ഗിവ് യു ഹാപ്പിനെസ് ഗിവ് ഇറ്റ് ബാക്ക് എന്നുള്ളത്. അപ്പോൾ എനിക്ക് അതിൻ്റെ താഴെ ചോദിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, വിൽ ദാറ്റ് ഗിവ് യു ഹാപ്പിനെസ്? പൈസ നിങ്ങൾക്ക് സന്തോഷം തരില്ലെങ്കിൽ അത് തിരിച്ചു കൊടുക്കും എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ അത് വലിച്ചെറിയൂ എന്നുള്ളത്. ഓക്കെ, വലിച്ചെറിയാം, അതുകൊണ്ട് എനിക്ക് സന്തോഷം കിട്ടുമോ? ഇല്ല. പൈസ ഉള്ളത് കൊണ്ടോ വലിച്ചെറിഞ്ഞത് കൊണ്ടോ അല്ല സന്തോഷം കിട്ടുന്നത്. സന്തോഷം കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളെ ഡിപ്പെൻഡൻ്റ് ആയാണ്. പൈസയിൽ മാത്രം ശ്രദ്ധിക്കണമെന്നോ എങ്ങനെയും പൈസ ഉണ്ടാക്കണമെന്നുള്ള ആശയത്തോട് യോജിപ്പില്ല. ഞാൻ പുരുഷാർത്ഥം കണ്ട ആ വീഡിയോയിൽ പറഞ്ഞ ധർമ്മം എന്നുള്ളത്, നൈതികത എന്നുള്ളത് പരമപ്രധാനമാണ്. പക്ഷേ നൈതികതയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് പൈസയും സാമ്പത്തികമായ കാര്യങ്ങളും വേണം. തീർച്ചയായിട്ടും അത് വേണം. അത് വേണ്ട എന്ന് പറയരുത്. ആരോ പറഞ്ഞ പോലെ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഫോർഡ് കാറിലിരുന്ന് പ്രശ്നങ്ങൾ വരുമ്പോൾ കരയാം, ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ റോഡിലിരുന്ന് കരയേണ്ടി വരും. പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല. ഇതുപോലെ തന്നെ വേറൊരു കള്ളമാണ്, പണക്കാരുടെ ഇടയിൽ സ്നേഹത്തിന് ആഴമില്ല, പാവപ്പെട്ടവരുടെ ഇടയിൽ സ്നേഹം കൂടുതലാണെന്നുള്ളത്. ഒരു സിനിമയിലും, ഞങ്ങൾ സന്തുഷ്ടാണ് സിനിമയിലാണെന്നുള്ളൂ, ജയറാം നായിക കഥാപാത്രത്തോട് പറയുന്നുണ്ട്, അഭിരാമി അവതരിപ്പിച്ച കഥാപാത്രത്തോട് പറയുന്നുണ്ട്, പാവപ്പെട്ടവർക്കിടയിൽ സ്നേഹം കടൽ പോലെയാണ്, പക്ഷേ പണക്കാർക്കിടയിൽ അതിന് കുളത്തിൻ്റെ ആഴമേ ഉള്ളൂ. ഇതൊക്കെ എന്ത് സ്റ്റേറ്റ്മെൻ്റ് ആണ്? സ്നേഹം ഉണ്ടെങ്കിലുണ്ട്. അതിപ്പോൾ പണക്കാരായാലും പാവപ്പെട്ടവരായാലും ഏത് വശത്ത് ജീവിക്കുന്നവരായാലും അതൊരു ഇൻഡിവിജ്വൽ ട്രേറ്റ് അല്ലേ? അതിനെ നമുക്ക് പണവുമായിട്ട് കൂട്ടിക്കെട്ടുന്നതിൽ യാതൊരു അർത്ഥമില്ല, അല്ലേ? അപ്പോൾ ആവശ്യമുള്ള രീതിയിൽ നല്ല രീതിയിൽ വേണ്ട പണം ഉണ്ടാക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഒരു പ്രശ്നമെങ്കിലും അതുകൊണ്ട് പരിഹരിക്കപ്പെടും. നമുക്ക് ഫിനാൻഷ്യൽ പ്രശ്നങ്ങളെ ഓർത്തെങ്കിലും വറി ചെയ്യാതിരിക്കാം. ആ എനർജിയും സമയവും നമുക്ക് കുറച്ചുകൂടി ക്രിയേറ്റീവായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്രശ്നങ്ങളെ നേരിടാൻ ഉപയോഗിക്കാം, അല്ലേ? പിന്നെ ഒരു ആരോഗ്യം, ഇപ്പോൾ ഞങ്ങളുടെ മേഖലയിൽ എടുത്താൽ പോലും ഒരു അസുഖം വന്നാൽ പോലും
ഡെഫിനറ്റ്ലി ഒരു ലെവൽ കഴിഞ്ഞാൽ കയ്യിൽ അതിനുള്ള സാമ്പത്തിക സ്രോതസ്സുള്ളവർക്ക് കുറേ കൂടി ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കിട്ടും. ഒരു മേജർ അസുഖം വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈവൻ ഒരു കോവിഡിൻ്റെ കേസിൽ പോലും നമ്മുടെ ഒരു ഗവൺമെൻറ് സിസ്റ്റം വളരെ നല്ലതാണ്. എന്നാൽ പോലും പൈസ ഉള്ള ആൾക്കും ഇല്ലാത്ത ആൾക്കും വ്യത്യാസമുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. ആ സത്യത്തിന് നേരെ നമ്മൾ കണ്ണടച്ചിട്ട് കാര്യമൊന്നുമില്ല. എസ്പെഷ്യലി മേജർ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ദോസ് ഹു ക്യാൻ അഫോർഡ് ബെറ്റർ ഫെസിലിറ്റീസ് വിൽ ഗെറ്റ് ദ ബെനിഫിറ്റ് എന്നുള്ള സത്യം തന്നെയാണ്. സോ മണി ഡസ് മാറ്റർ, ബട്ട് ഓൺലി അപ് ടു എ ലിമിറ്റ്. ഓൺലി അപ് ടു എ ലിമിറ്റ് എന്നുള്ള നമ്മൾ എടുത്ത് പറയണം. അല്ലാതെ മണി ഡസിൻ മാറ്റർ നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് നൽകുന്ന സന്ദേശം ശരിയായതായിരിക്കില്ല. പിന്നെ പ്രോഫിറ്റ്, ലാഭമുണ്ടാക്കുന്നത് തെറ്റാണെന്നുള്ളതാണ് വേറൊരു ഹിപ്പോക്രാറ്റിക് കൺസെപ്റ്റ്. ലാഭമുണ്ടാക്കുന്നത് എങ്ങനെ തെറ്റാവും? ഒരു സ്ഥാപനം റൺ ചെയ്യണമെങ്കിൽ അതിന് ലാഭം വേണം. ലാഭം ന്യായമായ രീതിയിൽ കൂടി നല്ല സർവീസ് കൊടുത്ത് നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ലാഭം ഉണ്ടാക്കുന്നതിൽ തെറ്റില്ല എന്ന് മാത്രമല്ല, സസ്റ്റെയിൻ ചെയ്യാൻ അത് വേണേനും. ലാഭം ഉണ്ടാക്കുന്നത് തെറ്റാണെന്നുള്ളത് പഠിക്കുകയും ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ടായിരിക്കാം നമ്മുടെ പല സ്ഥാപനങ്ങളും വെള്ളാനകളായി തുടരുന്നത്. നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക്, ശമ്പളം കൊടുക്കാൻ കടം, പൈസ അത് കൊടുക്കാൻ കടമെടുത്തതിൻ്റെ പലിശ വീണ്ടും കടം, ഇങ്ങനെ നമുക്ക് എത്ര വെള്ളാനകളെ സസ്റ്റെയിൻ ചെയ്യാൻ കഴിയും. സോ ന്യായമായ രീതിയിൽ ലാഭം ഉണ്ടാക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇത് പറയുന്നത് കൊണ്ട് നമ്മളാരും ദുഷ്ടരൊന്നും ആവില്ല. ഇവിടെ ന്യായം, ധർമ്മം, നൈതികത, നല്ല സർവീസ്, ക്വാളിറ്റി ഓഫ് സർവീസ്, ഗുഡ് കോമ്പറ്റീഷൻ, ഗുഡ് ഹെൽത്തി കോമ്പറ്റീഷൻ തുടങ്ങിയ കാര്യങ്ങൾ എടുത്ത് പറയണം. പിന്നെ അതിർത്തികൾ വേണ്ട. ഞാൻ മുമ്പൊരു വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, 88 എനിക്ക് തോന്നുന്നു, കോൺസെൻട്രിക് സർക്കിൾസ് എന്നുള്ള വീഡിയോയിലാണ് തോന്നുന്നു. ഒന്ന് കണ്ടു നോക്കുന്നത് നന്നായിരിക്കും. അതിർത്തികൾ ഒരു കാര്യമില്ല, നമുക്കിത് ഒറ്റ ലോകമാണ്, മനുഷ്യരുണ്ടാക്കുന്നതാണ് അതിർത്തികൾ എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ശരിയാണ്, മനുഷ്യരുണ്ടാക്കുന്ന ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റാണ്, ഒരു ജോഗ്രഫിക്കൽ കൺസ്ട്രക്റ്റാണ് അതിർത്തികൾ. പക്ഷേ അതിർത്തികൾ പ്രശ്നമില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഞാനിപ്പോൾ 2 ദിവസം മുമ്പ് സഞ്ചാരിയുടെ ഡയറക്കുറിപ്പോൾ എന്ന് ഞാൻ കാണാറുള്ള പ്രോഗ്രാമിൽ ഒരു വീഡിയോ കണ്ടു. സൈപ്രസ് എന്ന ദ്വീപരാഷ്ട്രത്തിൻ്റെ സഞ്ചാരമാണ് പറയുന്നത്. അല്ലെങ്കിൽ നിക്കോഷ്യ എന്ന തലസ്ഥാന നഗരത്തിൽ ടർക്കിഷ് ഇൻവേഷൻ ഉണ്ടായി. നിക്കോഷ്യ എന്നുള്ള നഗരം ഗ്രീക്ക് സൈപ്രസും ടർക്കിഷ് സൈപ്രസായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ടർക്കിഷ് സൈപ്രസോട്ട് കടന്നു കയറുന്നവരെ എങ്ങനെയാണ് അവിടെ നേരിടുന്നത് എന്നുള്ളത്, തല്ലിയും ഒരു വേള കൊന്നുമാണ് നേരിടുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയുടെ അവസ്ഥ നമുക്കറിയാലോ, ഇന്ത്യ ബംഗ്ലാദേശ് ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ. സോ അതിർത്തികൾ പ്രധാനമാണ് ഇന്നത്തെ ലോകത്തിൽ. അവർ അബ്സല്യൂട്ട് തിങ് അല്ല, മനുഷ്യനുണ്ടാക്കിയതാണ്. പക്ഷേ പണത്തിൻ്റെയും വേറെ പല കാര്യത്തിനും എന്ന പോലെ അതിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. വ്യാവഹാരിക സത്യം എന്നാണ് അതിനെ പറയുക. വ്യാവഹാരിക സത്യങ്ങൾക്കും വ്യാവഹാരിക യാഥാർത്ഥ്യങ്ങൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അവ അബ്സല്യൂട്ട് അല്ല. അതുകൊണ്ട് അതിർത്തികൾ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അതിർത്തികളെ ശക്തമായി സൈനിക ഇതുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ഇൻവേഷൻ നടക്കാതിരിക്കാനും നമ്മൾ തീർച്ചയായിട്ടും ശ്രമിക്കണം. അങ്ങനെ ആരൊക്കെയോ ശ്രമിക്കുന്നതുകൊണ്ടാണ്, അങ്ങനെ ഒരു സേന അതിർത്തിയിൽ ഉള്ളത് കൊണ്ടാണ് നമുക്കിവിടെ സമാധാനമായിട്ടിരുന്ന് എനിക്ക് ഈ വീഡിയോ ചെയ്യാനും നിങ്ങൾക്കിത് കേൾക്കാനും കഴിയുന്നത്. അപ്പോൾ നമ്മൾ ആ സുരക്ഷയുടെ എല്ലാവിധ കാര്യങ്ങളും ആസ്വദിച്ചുകൊണ്ട് അതിർത്തി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട. ആർമി സ്ട്രെങ്ത് കൂട്ടുന്നത് ശരിയാണോ? ഇത് മാനവികതയ്ക്കെതിരല്ലേ? അതിർത്തികൾ മനുഷ്യനുണ്ടാക്കിയതല്ലേ? പക്ഷികൾക്ക് അതിർത്തിയുണ്ടോ? അതൊക്കെ ശരിയാണ്. പക്ഷേ നമുക്കിതെല്ലാം കോമൺ സെൻസോടുകൂടി ചേർത്ത് വായിക്കണം. ഇൻ എ റിയൽ ലൈഫ് ഹാവിങ് എ സ്ട്രോങ് ബോർഡർ ആൻഡ് മെയിൻറ്റെയിനിങ് ഇറ്റ് ഡസ് മാറ്റർ. എസ്പെഷ്യലി ഇന്ത്യയുടെ കാര്യം എടുത്താൽ, ഇന്ത്യയുടെ പാകിസ്ഥാൻ, ചൈന, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ ഇത്തരം രാജ്യങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഇവിടുത്തെ അവസ്ഥ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ എന്നുള്ള ഇസ്ലാമിക ഭീകരവാദികളാണ് ഭരിക്കുന്നത്. പാകിസ്ഥാനിൽ എന്താ അവസ്ഥ എന്നുള്ള അറിയാലോ. ബംഗ്ലാദേശിന് ഇപ്പോഴത്തെ അവസ്ഥ കണ്ടുല്ലോ. ചൈന ഇസ് എ സ്ട്രോങ് ഇൻവേഡർ. നമ്മുടെ ഏറ്റവും പ്രബലനായ ശത്രുക്കളിലൊന്നാണ് ചൈന. ശത്രു എന്നുള്ളതിന് ആ ഒരു പൊളിറ്റിക്കൽ സെൻസിൽ എടുത്താൽ മതി, അല്ലാതെ എല്ലാ ചൈനക്കാരെയും നമ്മൾ വെറുക്കണം എന്നുള്ള അർത്ഥമൊന്നും അല്ലാട്ടോ ഇതിന്. പിന്നെ പ്രാക്ടിക്കൽ സെൻസ്. അപ്പോൾ ഇത്തരത്തിലുള്ള അൺട്രസ്റ്റ് നടക്കുന്ന അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള രാജ്യങ്ങൾ ചുറ്റുമുള്ള നമുക്ക് അതിർത്തി മെയിൻറ്റെയിൻ ചെയ്യാതെ കഴിയില്ല. സോ വി ഹാവ് ടു മെയിൻറ്റെയിൻ അവർ ബോർഡേഴ്സ് ആൻഡ് വി ഹാവ് ടു ബി മിലിറ്ററിലി സ്ട്രോങ് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. ഏതൊരു അതിർത്തിയിലും, നമ്മുടെ വീടുകളുടെ ആണെങ്കിൽ പോലും അതിർത്തി നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ശരിയാവും. എല്ലാവരെയും അകത്തേക്ക് കയറ്റി വിട്ടാൽ ശരിയാവും? ഇല്ലല്ലോ. ഇപ്പോൾ വീടാണെങ്കിലും സ്ഥാപനമാണെങ്കിലും രാജ്യമാണെങ്കിലും അതിർത്തികൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് തന്നെയാണ്. അവിടെയും ധർമ്മം, നൈതികത തുടങ്ങിയ ബേസ് വാല്യൂസ് നമ്മളെപ്പോഴും ഉയർത്തിപ്പിടിക്കണം എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം, വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ലുക്സ് ഡസിൻ മാറ്റർ. കാണാൻ എങ്ങനെയുണ്ടെന്നുള്ള സൗന്ദര്യം, സ്പീക്കിംഗ് എബിലിറ്റി, നമ്മുടെ കണക്ഷൻസ്, നെറ്റ്വർക്ക്, നമ്മുടെ ഫിസിക്കൽ സ്ട്രെങ്ത് പോലും, ഇവയിലൊന്നും യാതൊരു പ്രാധാന്യമില്ലെന്ന് നമ്മൾ പറഞ്ഞാൽ ശരിയാവും. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടത് മനുഷ്യത്വമാണ്, ക്വാളിറ്റീസാണ്, സമ്മതിച്ചു. പക്ഷേ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും നമ്മുടെ ലുക്സിനും സ്പീക്കിംഗ് എബിലിറ്റിക്കും നമ്മുടെ കണക്ഷൻസിനും നമ്മുടെ ഫിസിക്കൽ സ്ട്രെങ്ത്തിന് പോലും പ്രാധാന്യം ഇല്ലേ? ചില അവസരങ്ങളിൽ, വളരെ അപൂർവമാണ് ഇന്നത്തെ ലോകത്തെങ്കിൽ പോലും, നമ്മളെ രക്ഷിക്കുന്ന നമ്മുടെ ഫിസിക്കൽ സ്ട്രെങ്ത് ആയിരിക്കും. നമ്മളൊരാൾ ആക്രമിക്കാൻ വന്നാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തടയാനും തിരിച്ചു വേണ്ടി വന്നാൽ 2 തല്ല് തല്ലാനുള്ള ആരോഗ്യം നമുക്ക് ഉണ്ടാവേണ്ടതല്ലേ? വേണ്ടേ? നമുക്ക് കണക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ലോകത്ത് ഒരുപാട് മുന്നേറാൻ കഴിയില്ലേ? നിയമം വളച്ചൊടിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, നല്ല രീതിയിലുള്ള കണക്ഷൻസ് ആൻഡ് കോൺടാക്ട്സ്, നമ്മുടെ സംസാരിക്കാനുള്ള എബിലിറ്റി. ഇപ്പോൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് എബിലിറ്റി ആണെങ്കിൽ എന്താണെങ്കിലും നമുക്ക് ഇൻ്റർവ്യൂസിനും പലയിടത്തും അത് ഉപകാരപ്പെടില്ലേ? കോൺടാക്ട്സ് ഉണ്ടാക്കാൻ നമുക്ക് ഉപകാരപ്പെടില്ലേ? നമ്മുടെ ലുക്സ് ചില സമയങ്ങളിലെങ്കിലും നമുക്ക് ബെനിഫിറ്റ് നേടിത്തരില്ലേ? ഇതൊന്നും നമ്മൾ കൊണ്ടൊന്നല്ല, നമ്മുടെ കഴിവുകൊണ്ടുണ്ടായതല്ല. നമ്മുടെ ഭംഗിയോ എന്തോ ആയിക്കോട്ടെ, അതെല്ലാം അംഗീകരിക്കുന്നു. പക്ഷേ അതിൽ ഒരു കാര്യമില്ല എന്ന് പറയുന്നത് ഹിപ്പോക്രസിയാണ്. കേൾക്കാൻ സുഖമുള്ള ഒരു കള്ളം മാത്രമാണ്. പിന്നെ നമ്മൾ ജീവിക്കുന്ന സ്ഥലം, രാജ്യമെല്ലാം ആവാം, നമ്മുടെ നൈബേഴ്സ്, നമ്മുടെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ബാധിക്കുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാം. എങ്കിലും ഞാൻ ഉദ്ദേശിച്ച പോയിന്റ് മനസ്സിലാക്കാൻ ഇത്രയും ഉദാഹരണങ്ങൾ മതിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കേൾക്കാൻ സുഖമുള്ള കള്ളങ്ങൾ വേണം ഒരു സന്ദർഭത്തിൽ. പക്ഷേ നമ്മൾ പതിയെ അതിൽ നിന്ന് പുറത്തു കിടക്കണം. ഈ ഐഡിയലിസത്തിനെയും റിയലിസത്തിനെയും ഒരു കറക്റ്റ് മിക്സിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. ഇവിടെ ഈ എല്ലാ തിയറിനെയും അണ്ടർലൈൻ ചെയ്തുകൊണ്ട്
നൈതികത, ന്യായം, ജസ്റ്റിസ്, ധർമ്മം എന്നുള്ള കാര്യം വേണം. ഈ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ ധർമ്മത്തിനെതിരായി വരികയാണെങ്കിൽ അവിടെ നമ്മൾ അതിനെ കളഞ്ഞ ധർമ്മത്തെ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഒരു സംശയമില്ല. ഇപ്പോൾ പൈസയുടെ കാര്യത്തിലും ലാഭത്തിൻ്റെ കേസിലും അവിടെ എവിടെയെങ്കിലും അത് ധർമ്മത്തിനെതിരാണെങ്കിൽ, നൈതികതയ്ക്കെതിരാണെങ്കിൽ നമ്മൾ അതിനെ വിട്ട് നൈതികതയാണ് ഉയർത്തിപ്പിടിക്കേണ്ടത് ഏത് കാര്യത്തിലും. പക്ഷേ അത് എപ്പോഴും എന്താ പറയുക, മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല. പൈസ ഉണ്ടാക്കുന്ന അധർമ്മമാണ്, ലാഭം ഉണ്ടാക്കുന്ന അധർമ്മമാണ്. മാർക്സ് നേടുന്നത് മാർക്സ് ഉള്ള ആളെ കഴിവുള്ളവനല്ല. പഠിപ്പിക്കുന്നൊരു കളിയായിട്ടുള്ള ഒരു തന്നെ ഉണ്ടല്ലോ. അതിർത്തികൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് മനുഷ്യത്വത്തിനെതിരാണ്. അങ്ങനെയുള്ള നമ്മളായിട്ട് ഉണ്ടാക്കിയ ഒരു ഹിപ്പോക്രാറ്റിക് ഡീനോവോ സ്റ്റേറ്റ്മെൻറ്റ്സിനൊന്നും അർത്ഥമില്ല, ആവശ്യമില്ല. മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ലാത്ത കാര്യങ്ങളെ, കോൺട്രഡിക്ടറി അല്ലാത്ത കാര്യങ്ങളെ അങ്ങനെയാണെന്ന് വരുത്തി തീർക്കരുത്. അത് ശരിയല്ല, അത് ഔട്ട്റൈറ്റ് ഹിപ്പോക്രസിയാണ്. എനിക്ക് ഹിപ്പോക്രസിയിൽ വലിയ താല്പര്യമില്ല. ലെറ്റ്സ് ബി ജെനുവിൻ റിയലിസ്റ്റിക് ഹ്യൂമൻ ബീങ്സ് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ചത്. ഇനിയും ഒരുപാടുണ്ട്, പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ കാര്യം മനസ്സിലാക്കാൻ ഇത് മതിയെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് ചിന്തിക്കൂ. നമുക്ക് നല്ല ആശയങ്ങൾ നമ്മുടെ വരും തലമുറയിലേക്ക് പകർന്നു കൊടുക്കാം. താങ്ക് യു.